അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഈസ് ബാർ ആർ ട്രൂ. ഇവിടെ പറയുന്നത് ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റ്മെൻറ്റ് വരാം. ആർ ട്രൂ ഫോർ സ്ട്രീം ലൈൻസ് ഇൻ എ സ്റ്റഡി ഇൻകംപ്രസിബിൾ ഫ്ലോ. ഇതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ആദ്യമേ തന്നെ സ്ട്രീം ലൈൻ ഫ്ലോ എന്താണ്, സ്റ്റഡി ഫ്ലോ എന്താണ്, ഇൻകംപ്രസിബിൾ ഫ്ലോ എന്താണ്, ഇത്രയും സാധനങ്ങൾ അറിഞ്ഞിരിക്കണം. ഇതിൻ്റെ അകത്ത് സ്റ്റഡി ഫ്ലോ അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, എന്നാലും ഇവിടെ അത് വന്നിരിക്കുന്നതുകൊണ്ട് നമുക്ക് എന്തായാലും പറയാം. ഇൻകംപ്രസിബിൾ ഫ്ലോ എന്ന് പറഞ്ഞ് പേര് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയായിരിക്കും. കംപ്രസിബിൾ അല്ലാത്ത, കംപ്രസ് ചെയ്യാൻ പറ്റാത്ത ഒരു ഫ്ലൂയിഡിൻ്റെ ഫ്ലോയാണ് ഇൻകംപ്രസിബിൾ ഫ്ലോ എന്ന് പറയുന്നത്. വാട്ടർ വളരെ ഹൈ പ്രഷർ കൊടുത്താൽ കംപ്രസ് ചെയ്യും നെഗ്ലിജിബിളായിട്ട്. പക്ഷേ അതിൻ്റെ കംപ്രഷൻ വളരെ നെഗ്ലിജിബിൾ ആയതുകൊണ്ട് വാട്ടറിനെ നമ്മൾ ഇൻകംപ്രസിബിൾ ആയിട്ടാണ് അസ്യൂം ചെയ്തിരിക്കുന്നത്. അപ്പോൾ വാട്ടർ എപ്പോൾ ഫ്ലോ ചെയ്താലും ഇൻകംപ്രസിബിൾ ആയിരിക്കും. ഇനി സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു പൈപ്പ് ഫ്ലോ എടുത്തു. ഒരു പൈപ്പിലൂടെ ഒരു വാട്ടർ ഫ്ലോ ചെയ്തു. ഇതിനിടയ്ക്ക് ഞാനൊരു സെക്ഷൻ എടുത്തു. ഈ സെക്ഷനിൽ പല ടൈമിൽ, അതായത് t = 1 സെക്കൻഡ്, ആ ടൈമിൽ ഇതിൻ്റെ അകത്തോടെ ഒരു ഫ്ലോ പോയി. t = 5 സെക്കൻഡ്സ്, 5 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ വീണ്ടും കുറച്ച് ഫ്ലോ പോയി. അതായത് ഫ്ലോ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ സമയത്ത് മാത്രമാണ് ഫ്ലോ മെഷർ ചെയ്യുന്നുള്ളൂ. ഓക്കെ, t = 10 സെക്കൻഡ്, വീണ്ടും ഈ സെക്ഷനിലെ ഫ്ലോ എന്തെങ്കിലും പ്രോപ്പർട്ടി ആവട്ടെ, ഞാൻ വെലോസിറ്റി എടുക്കുക, അതുപോലെ എല്ലാ പ്രോപ്പർട്ടി ആവാം, എന്ത് പ്രോപ്പർട്ടി വേണമെങ്കിലും ആവാം. പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഫ്ലൂയിഡ് ഫ്ലോയെ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വേരിയബിൾസ് ആണ് പ്രോപ്പർട്ടീസ്. ഇപ്പോൾ വെലോസിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ ഒരു വേരിയബിളാണ്, പ്രഷർ മറ്റൊരു വേരിയബിളാണ്, ടെമ്പറേച്ചർ മറ്റൊരു വേരിയബിളാണ്. ഓക്കെ, അപ്പോൾ ഞാൻ 1 എന്ന് പറയുന്ന ഫസ്റ്റ് സെക്കൻഡിൽ ഇതിൻ്റെ അകത്തോടുള്ള ഫ്ലോ വെലോസിറ്റി മെഷർ ചെയ്തു. 5 എന്ന് പറയുന്ന പോയിന്റിൽ ഫ്ലോ വെലോസിറ്റി മെഷർ ചെയ്തു. 10 എന്ന് പറയുന്ന സെക്കൻഡിൽ ഫ്ലോ വെലോസിറ്റി മെഷർ ചെയ്തു. എല്ലാ ടൈമിലും എനിക്ക് കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയാണ് കിട്ടുന്നതെന്ന് വിചാരിക്കുക, എനിക്ക് ബാക്കി പ്രോപ്പർട്ടികളെല്ലാം കോൺസ്റ്റൻറ്റാണ് കിട്ടുന്നതെന്ന് വിചാരിക്കുക. ഈ ഫ്ലോയെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്റ്റഡി ഫ്ലോ. അതായത് സമയം മാറുന്നതിനനുസരിച്ച് ഫ്ലോയ്ക്ക് വ്യത്യാസം വരുന്നില്ലെങ്കിൽ അത് എന്ത് ഫ്ലോ ആണ്, സ്റ്റഡി ഫ്ലോ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ട്രൂ. ഇനി ഒരു സാധനം കൂടെ ഉണ്ട്, പറഞ്ഞില്ല, സ്ട്രീം ലൈൻസ്. സ്ട്രീം ലൈൻ എന്ന് പറയുന്നത് ഒരു ഇമാജിനറി ലൈനാണ്, ആക്ച്വലി ഉള്ള ലൈനൊന്നും അല്ല. നമ്മളൊരു സാധനം റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു ലൈനാണ്. അതായത് സ്ട്രീം ലൈൻ്റെ ഡെഫിനിഷൻ എങ്ങനെയാണ്, ഇറ്റ് ഈസ് ആൻ ഇമാജിനറി ലൈൻ ഡ്രോൺ ഇൻ സച്ച് എ വേ ദാറ്റ് ദ ടാൻജൻറ്റ് അറ്റ് എനി പോയിന്റ് ഗീവ്സ് ദ വെലോസിറ്റി അറ്റ് ദാറ്റ് പോയിന്റ്. ഇതാണ് അതിൻ്റെ ഡെഫിനിഷൻ. അതായത് ഈ ലൈൻസ് എല്ലാം സ്ട്രീം ലൈൻസ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ സ്ട്രീം ലൈനിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു പോയിൻ്റ് എടുത്തു. ഓക്കെ, ഏതെങ്കിലും ഒരു പോയിൻ്റ് എടുത്തിട്ട് ഈ പോയിൻറ്റിന് ഒരു ടാൻജൻറ്റ് വരയ്ക്കുക. ടാൻജൻറ്റ് എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഇതൊരു സർക്കിൾ ആണെങ്കിൽ അതിൻ്റെ ടാൻജൻറ്റ് എന്താണ്, അങ്ങനെ പോകുന്ന ലൈൻ തന്നെയാണ് നമ്മൾ ടാൻജൻറ്റ് എന്ന് വിളിക്കുക. ഓക്കെ, അപ്പോൾ ഈ പോയിൻറ്റിന് ടാൻജൻ്റായിട്ടൊരു ലൈൻ വരച്ച് കഴിഞ്ഞാൽ ആ ടാൻജൻറ്റ് കാണിക്കുന്നത് എന്തായിരിക്കും, ആ പോയിൻറ്റിൻ്റെ വെലോസിറ്റിയുടെ ഡയറക്ഷനായിരിക്കും കാണിക്കുക. ഓക്കെ, അതായത് സ്ട്രീം ലൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ സ്ട്രീം ലൈനിൽ ഏതെങ്കിലും ഒരു പോയിൻ്റ് എടുത്ത് ആ പോയിൻറ്റിന് ഒരു ടാൻജൻറ്റ് വരച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും, ആ പോയിന്റിലെ ഫ്ലൂയിഡ് വെലോസിറ്റിയുടെ ഡയറക്ഷനാണ് നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ ഇതാണ് സ്ട്രീം ലൈനിൻ്റെ അർത്ഥം. ഇനി നമുക്ക് ഇതിലേക്ക് വരാം. ക്വസ്റ്റ്യനിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്, 2 സ്ട്രീം ലൈൻസ് കനോട്ട് ഇൻ്റർസെക്ട് ഈച്ച് അതർ. ഓക്കെ, ഓക്കെ, അപ്പോൾ ഇത് 3 സ്ട്രീം ലൈൻസാണ്. അപ്പം ഞാൻ ഇങ്ങനെ ഒരു സ്ട്രീം ലൈൻ വരയ്ക്കുക. ഇങ്ങനെ ഒരു സ്ട്രീം ലൈൻ വരച്ചു, ഇത് ഇൻ്റർസെക്റ്റ് ചെയ്തു. ഓക്കെ, ഇത് ഇൻ്റർസെക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനർത്ഥം എന്താണ്, അതിനർത്ഥം ഈ പോയിന്റിൽ ഞാൻ ഈ സ്ട്രീം ലൈൻ വെച്ചൊരു ടാൻജൻറ്റ് വരയ്ക്കുകയാണ്, എനിക്ക് ഇങ്ങനെ ഒരു ഡയറക്ഷൻ കിട്ടി. അതായത് ഈ പോയിന്റിൻ്റെ ഡയറക്ഷൻ ഇതാണെന്നാണ് ഈ സ്ട്രീം ലൈൻ പറയുന്നത്. ഈ സ്ട്രീം ലൈനിൽ നിന്ന് ഞാനൊരു ടാൻജൻറ്റ് വരച്ചു. ഈ പോയിന്റിൽ നിന്ന് ഞാൻ ഈ സ്ട്രീം ലൈനിൽ നിന്ന് ഇങ്ങോട്ടൊരു ടാൻജൻറ്റ് വരച്ചു. ഓക്കെ, അപ്പോൾ ആ ടാൻജൻറ്റ് എന്താ പറയുന്നത്, ഫ്ലൂയിഡിൻ്റെ വെലോസിറ്റി ഇങ്ങോട്ടാണ്. അപ്പോൾ ഈ 2 സ്ട്രീം ലൈൻ ഇൻ്റർസെക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അർത്ഥം എന്താണ്, അറ്റേ പോയിൻ്റ് ഒരു പോയിന്റിൽ 2 വെലോസിറ്റി ഡയറക്ഷൻ ഉണ്ടാവും. അതായത് ഈ ഫ്ലൂയിഡ് പാർട്ടിക്കിളിന് ഒന്നെങ്കിൽ ഇങ്ങോട്ടേ പോകാൻ പറ്റുള്ളൂ, 2 ഡയറക്ഷനിലും കൂടെ പോകാൻ പറ്റില്ല. അപ്പോൾ അതിനർത്ഥം എന്താണ്, 2 സ്ട്രീം ലൈനുകൾ ഒരിക്കലും ഇൻ്റർസെക്റ്റ് ചെയ്യില്ല. ഇൻ്റർസെക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയുള്ളത് ഒരു റിയൽ സിനാരിയോ അല്ല. ആ ഫ്ലൂയിഡ് പാർട്ടിക്കിളിന് പിന്നെ എങ്ങോട്ടാണെന്ന് പോകാൻ പറ്റില്ല. അപ്പോൾ ഒരിക്കലും 2 സ്ട്രീം ലൈൻ ഇൻ്റർസെക്റ്റ് ചെയ്യാൻ
പറ്റില്ല. ഓക്കെ, അതാണ് നമ്മുടെ ഇനീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഇനി ഫ്ലോ റേറ്റ് ഇൻക്രീസസ് ബിറ്റ്വീൻ ടു ഡൈവേർജിങ് സ്ട്രീം ലൈൻസ്. അതൊരു കൺഫ്യൂസിങ് സ്റ്റേറ്റ്മെൻറ്റാണ്. ഇപ്പോൾ സ്ട്രീം ലൈൻസിന് മറ്റൊരു പ്രത്യേകത കൂടെ ഉണ്ട്. ഓക്കെ, ഓക്കെ, അപ്പോൾ ഇത് സ്ട്രീം ലൈൻസ് ആണെന്ന് വിചാരിക്കുക. ഇത് തമ്മിൽ നല്ല ഗ്യാപ്പുണ്ട്. ഇനി മറ്റൊരു സാധനം നോക്കുക. ഇവിടെ സ്ട്രീം ലൈൻസ് വളരെ അടുത്താണ്. സ്ട്രീം ലൈൻസ് തമ്മിലുള്ള ഗ്യാപ്പ് ഒരു സാധനത്തെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഇവിടെ വെലോസിറ്റി കുറവാണെന്ന് അർത്ഥം. സ്ട്രീം ലൈൻസ് തമ്മിലുള്ള ഗ്യാപ്പ് വളരെ കുറവാണെങ്കിൽ അവിടെ വെലോസിറ്റി കൂടുതലാണെന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ ഇപ്പം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഡൈവേർജിങ് എന്നാണ്. അതായത് സ്ട്രീം ലൈൻ ഇങ്ങനെ ഡൈവേർജ് ചെയ്യാം. രണ്ട് സ്ട്രീം ലൈൻസ് ഡൈവേർജ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഫ്ലോ റേറ്റ് കൂടുക എന്നാണ് പറയുക. ഫ്ലോ റേറ്റ് എന്ന് പറഞ്ഞാൽ ഡിസ്ചാർജാണ്. അപ്പോൾ ഡിസ്ചാർജ് കൂടുക എന്നാണ് പറയുക. ഡിസ്ചാർജ് കൂടുക എന്ന് പറഞ്ഞാൽ വെലോസിറ്റി കൂടുക എന്നാണ് അർത്ഥം. അത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല ഡൈവേർജ് ചെയ്ത് കഴിഞ്ഞാൽ. കാരണം ഈ ഡൈവേർജ് ചെയ്യുന്നു എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഈ ഡൈവേർജ് ചെയ്യുന്നതിന് ഇടയ്ക്ക് സ്ട്രീം ലൈൻസ് കുറവാണോ സ്ട്രീം ലൈൻസ് കൂടുതലാണോ നമ്മളോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഡൈവേർജ് ചെയ്യാമെന്ന് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം എന്താണ്? നമുക്ക് അതിൻ്റെ അത് ഫ്ലൂയിഡ് ഫ്ലോ കുറവാണെന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. ഓക്കെ, അതൊരു കൺഫ്യൂസിങ് സ്റ്റേറ്റ്മെൻറ്റ് കൂടിയാണ്. ഇനി ഫ്ലോ റേറ്റ് ഡിക്രീസസ് ബിറ്റ്വീൻ ടു ഡൈവേർജിങ് സ്ട്രീം ലൈൻസ്. അപ്പോൾ ഇതിൻ്റെ അത് രണ്ട് സാധനങ്ങളാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഫ്ലോ റേറ്റ് ഡിക്രീസസ് ബിറ്റ്വീൻ ടു ഡൈവേർജിങ് സ്ട്രീം ലൈൻസ്, ഫ്ലോ റേറ്റ് ഇൻക്രീസസ് ബിറ്റ്വീൻ ടു ഡയറക്ട്ലി സ്ട്രീം ലൈൻസ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ സ്റ്റേറ്റ്മെൻറ്റ് രണ്ടും നമുക്ക് കറക്റ്റാന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. കാരണം ഡൈവേർജ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് സ്ട്രീം ലൈൻസ് ഉള്ള അനുസരിച്ച് മാത്രമാണ് നമുക്ക് അതിൻ്റെ ഉത്തരം പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ രണ്ടും നമുക്ക് പൂർണ്ണമായിട്ടും കറക്റ്റാന്ന് പറയാൻ സാധിക്കില്ല. ഇനി ലാസ്റ്റ് ഓപ്ഷൻ നോക്കാം. സ്ട്രീം ഫംഗ്ഷൻ ഹാസ് എ കോൺസ്റ്റൻറ്റ് വാല്യൂ അലോങ് എ സ്ട്രീം ലൈൻ. ഓക്കെ, സ്ട്രീം ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ അതിൻ്റെ ഒരു ഡെഫിനേഷൻ ഓർത്ത് വെച്ചോണം. ഇപ്പോൾ ഒരു സ്ട്രീം ലൈൻ വരയ്ക്കുന്നത് തന്നെ ഒരു സ്ട്രീം ഫംഗ്ഷൻ വെച്ചിട്ടാണ്. സ്ട്രീം ഫംഗ്ഷൻ്റെ ഡെഫിനേഷൻ ഞാൻ ജസ്റ്റ് ആയിട്ട് പറയാം. ഇപ്പോൾ ഒരു പോയിൻ്റിൻ്റെ വെലോസിറ്റി നമ്മൾ മെഷർ ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു പോയിൻറ്റിലെ വെലോസിറ്റി യു ഇങ്ങനെയാണ് നമ്മൾ കൊടുക്കുക. UI പ്ലസ് VJ പ്ലസ് WK ഇങ്ങനെയാണ് നമ്മൾ കൊടുക്കുക. അതായത് ഒരു പോയിന്റിൽ ഫ്ലൂയിഡിന് 3 ഡയറക്ഷൻസ് ഉണ്ട്. അതായത് ഒറ്റ വെലോസിറ്റി ഡയറക്ഷനേ ഉള്ളൂ. പക്ഷേ ഇനിഷ്യലി 3 ഡയറക്ഷനിലെ റിസൾട്ടൻ്റ് എടുത്തിട്ടാണ് നമുക്ക് അതിന് ഒരു പർട്ടിക്കുലർ ഡയറക്ഷൻ ഉണ്ട്. അതായത് X, Y, Z ഡയറക്ഷൻ. അതിൻ്റെ 3ൻ്റെയും റിസൾട്ടൻ്റാണ് അതിൻ്റെ ആക്ച്വൽ ഫ്ലോയിങ് ഡയറക്ഷൻ. അപ്പോൾ X ഡയറക്ഷനിലെ വെലോസിറ്റി കമ്പൗണ്ടാണ് സ്മോൾ u, Y ഡയറക്ഷനിലെ വെലോസിറ്റി കമ്പൗണ്ടാണ് സ്മോൾ v, Z ഡയറക്ഷനിലെ വെലോസിറ്റി കമ്പൗണ്ടാണ് സ്മോൾ w. IJK എന്ന് പറയുന്നത് X, Y, Z ഡയറക്ഷനുകളിലെ യൂണിറ്റ് വെക്റ്റേഴ്സാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ സ്ട്രീം ഫംഗ്ഷൻ പറയുന്നത് ഇതാണ്. സ്ട്രീം ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് തന്നെ എങ്ങനെയാണ്? U ഈസ് ഈക്വൽ ടു മൈനസ് ഡോ സൈ ബൈ ഡോ വൈ. സൈ എന്ന് പറയുന്നതാണ് നമ്മുടെ സ്ട്രീം ഫംഗ്ഷൻ. അപ്പോൾ ആ സ്ട്രീം ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. നമ്മൾ ഈ സ്ട്രീം ഫംഗ്ഷനെ വൈ ഡയറക്ഷൻ വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലെ വെലോസിറ്റിയാണ് നമുക്ക് കിട്ടുക. ഇതാണ് അതിൻ്റെ ഡെഫിനിഷൻ. അതുപോലെ തന്നെ ഞാൻ വി എടുക്കുകയാണെങ്കിൽ വി എന്ന് പറയുന്നത് വൈ ഡയറക്ഷനിലെ വെലോസിറ്റി കമ്പോണൻ്റ് ആണ്. ഇതെന്താണ്? ഡോ സൈ ബൈ ഡോ എക്സ്. അതായത് ഞാൻ സ്ട്രീം ഫംഗ്ഷനെ എക്സ് ഡയറക്ഷൻ വിത്ത് റെഫറൻസ് ആയിട്ട് ഞാൻ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ എനിക്ക് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വൈ ഡയറക്ഷനിലെ വെലോസിറ്റി കമ്പോണൻ്റാണ് കിട്ടുക. ഇതെങ്ങനെയാണ് നമ്മൾ സ്ട്രീം ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഈ സ്ട്രീം ഫംഗ്ഷൻ വെച്ചിട്ടാണ് നമ്മളൊരു സ്ട്രീം ലൈൻ കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും എന്താണ്, ഒരു സ്ട്രീം ഫംഗ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ആ സാധനത്തിന് എപ്പോഴും ഒരു സ്ട്രീം ലൈനിൽ കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിരിക്കും, ഒരു വ്യത്യാസം ഉണ്ടാവില്ല. അതായത് ഈ ഒരു ലൈൻ എടുത്തു കഴിഞ്ഞാൽ ഈ ലൈനിൽ എല്ലാ പോയിന്റിലെയും സ്ട്രീം ഫംഗ്ഷൻ സെയിം ആയിരിക്കും. മറ്റൊരു ലൈൻ എടുത്തു കഴിഞ്ഞാൽ അതിന് മറ്റൊരു സ്ട്രീം ഫംഗ്ഷൻ ആയിരിക്കും, വേറൊരു ലൈൻ എടുത്തു കഴിഞ്ഞാൽ അതിന് വേറൊരു സ്ട്രീം ഫംഗ്ഷൻ ആയിരിക്കും. അതായത് ഒരു ലൈനിൽ ഒരു സ്ട്രീം ലൈൻ എടുത്തു കഴിഞ്ഞാൽ അതിലെ സ്ട്രീം ഫംഗ്ഷൻ എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഓക്കെ.